بسم الله الرحمن الرحيم محمد رسول الله. കച്ചവട സംഘം മക്കയിലേക്ക് തിരിച്ചെത്തുകയാണ്. യാത്രയിലുടനീളമുള്ള അത്ഭുത രംഗങ്ങൾ മൈസറയുടെ ഓർമ്മയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അവ അദ്ദേഹത്തെ ഇതിനകം സ്വാധീനിച്ചു കഴിഞ്ഞു. സംഘം ഉസ്ഫാൻ താഴ്വരയും കഴിഞ്ഞ് മറുൽ ലഹ്റാൻ അഥവാ വാദി ഫാത്തിമയിലെത്തി. മൈസറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ബഹുമാന്യരെ, അവിടുന്ന് അല്പം നേരത്തെ ഖദീജയുടെ അടുത്തെത്തുക. യാത്രാ വിവരങ്ങൾ ഔദ്യോഗികമായി അറിയിക്കുക. പ്രഭയ്ക്ക് വലിയ സന്തോഷമാകും. നേരത്തെയുള്ള ധാരണ പ്രകാരം 2 ഒട്ടകമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രതിഫലമായി കിട്ടേണ്ടത്. അതിലേറെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കു ലഭിക്കണം എന്നൊരാഗ്രഹം കൂടി മൈസറക്കുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശം സ്വീകരിച്ചു. ബീവി ഖദീജയുടെ ഭവനം ലക്ഷ്യം വെച്ചു നീങ്ങി. നട്ടുച്ച നേരം ഖദീജ തോഴിമാർക്കൊപ്പം കൂട്ടുകാരികൾക്കുമൊപ്പം മട്ടുപ്പാവിൽ ഇരിക്കുകയാണ്. ദൂരത്തേക്ക് കണ്ണു നട്ടിരിക്കുന്ന ഭവതിയുടെ മുന്നിൽ ഒരു ചുവന്ന ഒട്ടകം പ്രത്യക്ഷപ്പെട്ടു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും വഹിച്ചുകൊണ്ടുള്ള വാഹനമാണത്. പ്രസന്നതയും പ്രൗഢിയും ഒത്തുചേർന്ന മുഖഭാവത്തോടെയാണ് അവിടുന്ന്. പെട്ടെന്ന് ഖദീജയും ഒരു കാര്യം ശ്രദ്ധിച്ചു. അൽ അമീന് മേഘം പ്രത്യേകം തണൽ വിരിക്കുന്നു, മേഘം ഒപ്പം സഞ്ചരിക്കുന്നു. കൗതുകത്തോടെ അവർ നോക്കി നിന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജയുടെ വസതിയിലേക്ക് പ്രവേശിച്ചു. അതെ, സൗന്ദര്യത്തിൻ്റെ പ്രതീകമായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ സുന്ദരിയും രാജാത്തിയുമായ ഖദീജയുടെ വസതിയിൽ എത്തിച്ചേർന്നു. ഉപചാരപൂർവം സ്വീകരിച്ചു. കച്ചവട കാര്യങ്ങൾ അറിയുന്നതിന് മുമ്പ് ഒരു കാര്യം മഹദിക്ക് തീർച്ചപ്പെടുത്തേണ്ടിയിരുന്നു. അത് മറ്റൊന്നുമല്ല, മേഘത്തിൻ്റെ തണലും സഞ്ചാരവും. അതിനവർ ഒരു കൗശലം പ്രയോഗിച്ചു. മൈസറ എവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, ഇതാ തൊട്ടടുത്ത താഴ്വരയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോടൊന്ന് വേഗം വരാൻ പറയാമോ? ഖദീജ അപേക്ഷിച്ചു. മേഘത്തിൻ്റെ സഞ്ചാരം ഒന്നുകൂടി കണ്ട് ഉറപ്പിക്കാൻ പ്രയോഗിച്ച ബുദ്ധിയായിരുന്നു അത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒട്ടകപ്പുറത്തേറി. ഖദീജ വീണ്ടും മട്ടുപ്പാവിൽ കയറി രംഗം വീക്ഷിച്ചു. വൈകാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മൈസറയും തിരിച്ചെത്തി. കച്ചവട കാര്യങ്ങളെക്കാൾ അൽ അമീനുമൊത്തുള്ള യാത്രയെക്കുറിച്ചറിയാനായിരുന്നു ഭവതിക്ക് തിടുക്കം. മൈസറ 1000 നാവോടെ സംസാരിച്ചു തുടങ്ങി. സ്വഭാവമേന്മകൾ, അത്ഭുതങ്ങൾ, ലഭിച്ച സൗഭാഗ്യങ്ങൾ, അങ്ങനെ ഖദീജ ദർശിച്ച മേഘത്തിൻ്റെ സഞ്ചാരം അവർ കൂട്ടിച്ചേർത്തു. മൈസറയ്ക്ക് ആ കാഴ്ച പതിവായി കഴിഞ്ഞിരുന്നു. അത് അദ്ദേഹം എടുത്തു പറഞ്ഞു. പുരോഹിതൻ നസ്തൂറായും അദ്ദേഹത്തിൻ്റെ സുവിശേഷവും വിശദീകരിച്ചു. എല്ലാം ശ്രദ്ധിച്ചു കേട്ട ഖദീജയിൽ ചില സൗഭാഗ്യങ്ങൾക്കുള്ള പ്രതീക്ഷകൾ മുളയെടുത്തു. പതിവിൽ കവിഞ്ഞ പാരിതോഷികം നൽകി യാത്രയാക്കി. 4 ഒട്ടകങ്ങളായിരുന്നു നൽകിയത് എന്നും നിവേദനമുണ്ട്. തിഹാമയിലെ ഹബാഷ മാർക്കറ്റിലേക്കുള്ള ഒരു വ്യാപാരയാത്രയെക്കുറിച്ചും ചരിത്രം പരാമർശിക്കുന്നുണ്ട്. ജുറഷ് എന്ന ഒരു പേരുകൂടി ഈ സ്ഥലത്തെക്കുറിച്ച് പ്രയോഗിച്ചു കാണാം. ഓരോ വ്യാപാരയാത്രയ്ക്കും ഓരോ പെണ്ണൊട്ടകം പാരിതോഷികമായി ലഭിച്ചുവത്രേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേടിയ സമ്പത്തുകൾ സ്വയം വിനിയോഗിച്ച് തീർക്കാനായിരുന്നില്ല, മൂത്താപ്പയെയും കുടുംബത്തെയും സഹായിക്കാനായിരുന്നു. ചില തത്വങ്ങൾ കൂടി ഇവിടെ ഉൾച്ചേർന്നിരിക്കുന്നു. അബൂ ത്വാലിബിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് പ്രത്യുപകാരം ചെയ്യാൻ അള്ളാഹു നൽകിയ അവസരമായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധന വഴിയിൽ പ്രവേശിച്ചപ്പോൾ കടപ്പാട് പറഞ്ഞ് വിധേയപ്പെടുത്താൻ ആരും മക്കയിൽ ഉണ്ടായിരുന്നില്ല എന്ന സാരം. ഏറ്റവും ഉപകാരം ചെയ്ത അബൂ ത്വാലിബിന് പോലും അതിലേറെ കടപ്പാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടായി തീർന്നു. ആരെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ അതിനേക്കാൾ നല്ല പ്രത്യുപകാരം ചെയ്യുക. ഒരു സമ്മാനം നൽകിയാൽ അതിനേക്കാൾ നല്ല സമ്മാനം തിരിച്ചും നൽകുക. പ്രശംസിച്ചാൽ സന്തോഷവാക്കുകൾ പിശുക്കില്ലാതെ തിരിച്ചു നൽകുക. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലുടനീളം നിലനിർത്തിയ ഗുണങ്ങളായിരുന്നു. പ്രവാചകരെ അനുകരിക്കുന്നവർ ഇന്നും അത് ശീലമാക്കുന്നു. യുവത്വത്തിൻ്റെ പ്രസരിപ്പിൽ സൗന്ദര്യത്തിൻ്റെ വിശ്വസ്വരൂപമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിളങ്ങുകയാണ്. ഇപ്പോൾ അവിടുത്തെ പ്രായം 25ആയി. സാധാരണയിൽ വിവാഹം നടക്കുന്ന പ്രായം. മണവാളനാകുന്ന പ്രായത്തിൽ നിൽക്കുന്ന വ്യക്തിയുടെ സൗന്ദര്യം പരിചയപ്പെട്ടാലോ?